ഹായ്, ഗുഡ് മോർണിംഗ്. SP അരുളല്ലോ. ഈ വെടക്കാക്കി തടിക്കാക്കുക എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതാണ് വട്ടിയൂർക്കാവിൽ VK പ്രശാന്ത് MLA കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകതരം ഒരു വിവാദം. പൊടുന്നനെയാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് VK പ്രശാന്ത് എന്നുള്ള ഒരു യുവ MLA BJPക്ക് അല്ലെങ്കിൽ കോൺഗ്രസിന് വലിയ സ്വാധീനമുണ്ടായിരുന്ന ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. അവിടെ സംബന്ധിക്കുന്നിടത്തോളം ഇടതുപക്ഷം 3-ാം സ്ഥാനത്തായിരുന്നു 2020 തെരഞ്ഞെടുപ്പ് വരെ, 2021 തെരഞ്ഞെടുപ്പ് വരെ. അതിനുശേഷമാണ് അവിടെ ഒരു ബൈ ഇലക്ഷൻ വരുന്നത്. അക്കാലത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്ന ബൈ ഇലക്ഷന്റെ ഭാഗമായിട്ടാണ് അന്ന് മേയറായിരുന്ന VK പ്രശാന്തിനെ ഇടതുപക്ഷം, അന്ന് അദ്ദേഹത്തിന്റെ ഈ നഗരസഭയിൽ ഇരുന്നുള്ള പ്രവർത്തന മികവ് യുവജനങ്ങൾക്കിടയിൽ പെട്ടെന്നൊരു സ്വാധീനം ഉണ്ടാക്കുകയാണ്. മേയർ ബ്രോ എന്നൊക്കെ വിളിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ നേരെ എന്ത് ചെയ്യാണ്, വട്ടിയൂർക്കാവിൽ ബൈ ഇലക്ഷൻ വന്ന സന്ദർഭത്തിൽ അവിടെ നിന്ന് K മുരളീധരൻ വടകര പോയി MP ആയിട്ട് മത്സരിച്ച് വിജയിച്ചു. അങ്ങനെയാണ് ഇദ്ദേഹത്തെ അവിടെ പ്ലേസ് ചെയ്യുന്നു. അന്ന് യുവജനങ്ങൾക്കിടയിൽ ഈ പ്രളയകാലത്തൊക്കെ നഗരസഭ ചെയ്ത പ്രവർത്തനത്തിന്റെ ഭാഗവും അദ്ദേഹം നടത്തിയ ഇടപെടലെല്ലാം യുവജനങ്ങൾക്കിടയിൽ പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു സ്വീകാര്യത ഉണ്ടാക്കി. മേയർ ബ്രോ എന്ന് വിളിച്ചു. എന്നിട്ട് അദ്ദേഹത്തെ നേരെ വടകരയിലേക്ക് പോയ K മുരളീധരന് പകരമായിട്ട് വട്ടിയൂർക്കാവിലെ ബൈ ഇലക്ഷൻ നിർത്തിയപ്പോൾ അവിടുത്തെ ഒന്നടങ്കം ആ ചെറുപ്പക്കാരനെ അവരുടെ ജനപ്രതിനിധിയായിട്ട് തിരഞ്ഞെടുത്തതിന് ശേഷം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വന്നു. 2021 തെരഞ്ഞെടുപ്പ് വന്നു. അതിനുശേഷം 2026 നടക്കാൻ പോകണം. 2021 തെരഞ്ഞെടുപ്പിലാണ്. അതിന് തൊട്ട് മുമ്പാണ് അദ്ദേഹത്തെ, അതായത് 2019 അദ്ദേഹം ഈ പറയുന്ന മേയറായിട്ടിരുന്നതിന് ശേഷം MLA ആകുന്നത്. ആദ്യമായിട്ടാണ് ഈ 5 വർഷം 2021 മുതൽ 2025-26 പൂർത്തീകരിക്കുന്നതോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ 5 വർഷത്തെ ടേൺ പൂർത്തിയാകുന്നത്. നേരത്തെ 1.5 വർഷമാണ് അദ്ദേഹത്തിന് അതിന്റെ ഭാഗമായിട്ട് കിട്ടിയത്. അപ്പോൾ ഇയർ ഒന്ന് നോക്കിയാൽ എനിക്ക് 2019 തോന്നുന്നത്. അപ്പോൾ അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവ് കൊണ്ടും മണ്ഡലത്തിലെ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുന്നു. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് എല്ലാ കാര്യത്തിലും കൃത്യമായിട്ട് ഇടപെട്ട് രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് തന്നെ വലിയൊരു സ്വീകാര്യത പ്രശാന്തിനെ സംബന്ധിക്കുന്നിടത്തോളം വട്ടിയൂർക്കാവിൽ ഉണ്ടാക്കാനായി അദ്ദേഹത്തിന്റെ ഒരു ക്ലീൻ ഇമേജും ഉണ്ട്. ഈ ക്ലീൻ ഇമേജിനെ തകർക്കുക, അതാണ് തുടക്കത്തിലെ പറഞ്ഞത്, ഈ വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയും. അതാണ് ഇപ്പോൾ ഒരു വാടക കെട്ടിടവുമായി ബന്ധപ്പെട്ട് MLAക്കെതിരെ പെട്ടെന്ന് ഉയർത്തിക്കൊണ്ടുവന്നത്. അതായത് അവിടെ ഇപ്പോൾ വിജയിച്ചു വന്ന മറ്റേ ശ്രീലേഖ DGP അറിയാലോ, ശ്രീലേഖ DGPയുമായി ബന്ധപ്പെട്ടാണ് അവർ തമ്മിൽ ഫോൺ സംഭാഷണമായി നടന്ന ഒരു കാര്യത്തെ പൊടുന്നനെ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ വാർത്ത വരികയാണ്. അപ്പോൾ പ്രശാന്ത് ആ വാർത്ത കൊടുത്തിട്ടില്ല. അപ്പോൾ സ്വാഭാവികം ആരായിരിക്കും ആ വാർത്ത കൊടുത്തിട്ടുള്ളത്? അത് സംഘപരിവാറുകാരിലുള്ള ശ്രീലേഖയ്ക്ക് ഉടനടി അപ്പോൾ തന്നെ കുഴിത്തുരുമ്പ് സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കുക. 10 വർഷമായിട്ട് അവിടെ, അല്ലെങ്കിൽ 7 വർഷമായിട്ട് അവിടെ ഇരിക്കുന്ന MLA, ആ MLAയുടെ ഓഫീസിൽ നേരത്തെയും അവിടെ കൗൺസിലറായിട്ട് വന്നവരുണ്ട്. അത് വനിതാ കൗൺസിലറായിട്ടുള്ള ബിന്ദു ഉണ്ടായിരുന്നു. പിന്നീട് കഴിഞ്ഞ തവണ മണികണ്ഠൻ എന്നാണ് പേരെന്ന് തോന്നുന്നു, അദ്ദേഹം കൗൺസിലറായിട്ട് വന്നു. ഇവർക്ക് ആർക്കും പ്രശ്നമില്ല. DGP അംഗത്ത വന്നപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുന്നു. അതിനുശേഷം ഓൺലൈനിലൂടെ വാർത്ത വരുന്നു. ആ വാർത്തയെ കേന്ദ്രീകരിച്ച് അത് പെട്ടെന്ന് ആരെ ഏറ്റെടുക്കുകയാണ്? ശബരിനാഥൻ വന്ന് അദ്ദേഹം പ്രത്യേക താല്പര്യത്തോടു കൂടി ഏറ്റെടുക്കുന്നു, ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അതിന്റെ ഉദ്ദേശം എന്താണെന്ന് ആലോചിക്കും. അതായത് ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവ് കൊണ്ട് ജനങ്ങൾക്കിടയിൽ അംഗീകാരം ഉണ്ടാക്കിയെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പോക്കാണെങ്കിൽ അവിടെ നമ്മൾ മത്സരിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ എന്ത് ചെയ്യണം? വ്യക്തിയെ വിവാദത്തിൽപ്പെടുത്താൻ ഇല്ലാത്ത കാര്യം. ഇപ്പോൾ ഒരു വാടക കൊടുക്കാതെ ഇരുന്നു ജനപ്രതിനിധികളെ സംബന്ധിക്കുന്നിടത്തോളം ജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന MLAക്ക് ആ നാട്ടിൽ, അതായത് ഏത് പ്രദേശത്താണോ അവർക്ക് അവരുടെ ഒരു കൊടുക്കാൻ പറ്റുന്നത്, അതായത് 70,000 രൂപയാണ് ഇവർക്ക് മൊത്തത്തിൽ അലവൻസ് എല്ലാം ഉൾപ്പെടെ കിട്ടുന്നത്. അതിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന താങ്ങാവുന്ന വാടക കൊടുത്താണ് ഇരിക്കുന്നത്. അത് സാധാരണഗതിയിൽ തദ്ദേശ സ്ഥാപനങ്ങളോ മറ്റ് സഹകരണ സ്ഥാപനങ്ങളിലെയൊക്കെ കെട്ടിടങ്ങളാണ് ഇവർ ഉപയോഗിക്കാറുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ നിലയ്ക്ക് അദ്ദേഹം അവിടെ 872 രൂപയ്ക്ക് ഒരു MLA എന്നുള്ളത് അദ്ദേഹത്തിന്റെ സ്വകാര്യ ബിസിനസ് സ്ഥാപനം അല്ലാന്ന് VK പ്രശാന്ത് പറയുന്നത് പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ സ്വന്തം ഒരു ഓഫീസ് അവിടെ തുറക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? നഗരസഭ എന്ന് പറയുന്ന സർക്കാരിന്റെയാണ്. ആ നഗരസഭയുടെ ഒരു ഓഫീസ് 872 രൂപയ്ക്ക് ആ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് സഹായം ചെയ്യാനോ അവർക്ക് ആവശ്യങ്ങൾക്ക് എത്താൻ വേണ്ടി ചെയ്യുകയാണ്. അത് നഗരസഭ തീരുമാനിച്ചു കൊടുത്ത വാടക അദ്ദേഹം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതെന്തോ ഒരു വലിയ അപരാധം ചെയ്ത രീതിയിലാണ് ഇപ്പോൾ ചിത്രീകരിച്ചു വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? കഴിഞ്ഞ 2 ദിവസമായിട്ടുള്ള ചർച്ചകളൊക്കെ നോക്കുകയാണെങ്കിൽ RSSന്റെയും കോൺഗ്രസിന്റെയും സ്ലീപ്പിംഗ് പിൽസുകളൊക്കെ അങ്ങ് ഉണർന്നു കഴിഞ്ഞു. ഈവൻ അഖിൽ മാരാർ വരെ വിഷയത്തിൽ പ്രതികരിക്കുന്ന കാണുകയാണ്. അതായത് അപ്പോൾ ഇതൊരു കൃത്യമായിട്ടുള്ളൊരു അജണ്ടയാണ്. ഇവർ ചില ഇടങ്ങളിലേക്കൊക്കെ കടന്നു കയറാനായിട്ട് എന്താണ് ആദ്യം ഉണ്ടാക്കേണ്ടത്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കണം. ഇല്ലാത്ത സമാധാനമായി എല്ലാ കാര്യങ്ങളും നീറ്റായിട്ട് നടക്കുന്നിടത്ത് പോയിട്ട് അനാവശ്യമായിട്ട് അവിടെ ഒരു പ്രശ്നമുണ്ടാക്കണം. അതായത് ഒന്ന് കലക്കണം. ആ കുളം കലക്കിയതിന് ശേഷം അതിനിടയിൽ നിന്ന് മീൻ പിടിക്കാമെന്നുള്ള ഒരു തന്ത്രമാണ്.
അതിനപ്പുറത്തേക്ക് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കോ അല്ലെങ്കിൽ സംഘപരിവാറുകാർക്കോ മനസ്സിലായി വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ VK പ്രശാന്ത് എന്ന ജനപ്രതിനിധിക്ക് ജനങ്ങൾക്കിടയിൽ ലഭിച്ചിരിക്കുന്ന സ്വീകാര്യതയും അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവും കൊണ്ട് ഒരിക്കലും ആ മണ്ഡലം ഇനി പിടിച്ചെടുക്കാൻ പറ്റില്ല. മുരളീധരനും ശബരിനാഥനും വന്ന് ഉണ്ടല്ലോ, അതായത് ഇതിന്റെ ഒരു സാധാരണഗതിയിൽ ഇടതുപക്ഷക്കാർ ജാതി പറയാൻ പാടില്ലാത്തൊരു കാര്യം കൂടിയുണ്ട്. അവർ ജാതിയും മതവും പറയാത്തവരുണ്ട്. പക്ഷേ ഇതിന്റെ ഇടയിൽ ഇവർക്ക് കൃത്യമായിട്ട്, അതായത് നമ്മുടെ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഏറ്റവും കൂടുതൽ ജാതി ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. ആ നിലയ്ക്ക് നോക്കുമ്പോൾ NSSകാർ മാത്രം വിജയിച്ചിരുന്ന ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. ആ വട്ടിയൂർക്കാവിൽ പ്രശാന്ത്, അതായത് VK പ്രശാന്ത് എന്നൊരു വ്യക്തിയെ ആദ്യമായിട്ട് അവിടെ അദ്ദേഹത്തിന്റെ ജനപിന്തുണ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ഒരു NSSകാരനല്ല, ഒരു SNDPക്കാരനായിട്ടുള്ള ആളെ അവിടെ ജാതി മതവും നോക്കാതെ എടുത്ത് അദ്ദേഹത്തിന്റെ ജനപിന്തുണ മാനിച്ചുകൊണ്ട് CPM അവിടെ നിർത്തുകയും വിജയിക്കുകയും ചെയ്തു. ഇതാണ് ഇപ്പോൾ ഈ ഉള്ളിൽ, പുറത്തൊക്കെ ഇവരൊക്കെ മറ്റേ വളരെ ടിപ് ടോപ്പ് കുട്ടപ്പന്മാരുമായിട്ട് നടക്കുകയാണെങ്കിലും ഈ കോൺഗ്രസും BJP എല്ലാം പക്കാ ജാതി രാഷ്ട്രീയം കളിക്കുന്നവരാണ്. ആ ജാതി രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലൊന്നും ഒരു വ്യക്തിയെ പരാജയപ്പെടുത്താൻ കഴിയില്ല. അതിനൊക്കെ അതീതനായ അയാൾ സ്വീകരിക്കപ്പെടുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഇമാതിരി ഊളത്തരമൊക്കെ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ജനപ്രതിനിധികളാകേണ്ടവരാണോ നിങ്ങൾ ചിന്തിക്കൂ. VK പ്രശാന്ത് എന്ന വ്യക്തി എന്തെങ്കിലും ഇപ്പോൾ ആ ഓഫീസിൻ്റെ, ഇപ്പോൾ ഇവർ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം, ആ എടുത്ത ഓഫീസിൻ്റെ വാടക അടച്ചിട്ടില്ല, 7 വർഷമായിട്ട് വാടക അടച്ചിട്ടില്ലെന്ന് പറയുകയാണെങ്കിൽ ഇയാൾ അവിടെ എന്താണ് ചെയ്തത്? അത് ദുരുപയോഗം ചെയ്തു എന്ന് പറയാം. അങ്ങനെ വാടകയിൽ ഒരു വീഴ്ച വരുത്തിയില്ല. അവസാനത്തെ ഒരു 3 മാസത്തെ എന്തോ ആണ് വീഴ്ച വരുത്തിയിരുന്നതെന്ന് പറയപ്പെടുന്നുണ്ട്. 7 വർഷം അടച്ചു, 3 മാസത്തെയൊക്കെ സംഭവിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അത് 3 മാസം 6 മാസത്തിനകത്ത് അദ്ദേഹത്തിൻ്റെ ടേം കഴിയുകയാണ്. അത് ആ സന്ദർഭത്തിൽ അത് കുടിശ്ശിക വരുത്തുകയാണെങ്കിൽ പിന്നീട് അത് എന്ത് ചെയ്യാതിരിക്കാൻ പറ്റും? അദ്ദേഹം ജയിച്ചു വരുന്നെങ്കിൽ അവിടെ ആ ഓഫീസ് കൊടുക്കാതിരിക്കാനായിട്ട് പറ്റും. കാര്യം BJP ആണല്ലോ ഇപ്പോൾ അധികാരത്തിലുള്ളത്. അതിനപ്പുറത്തേക്ക് ഇങ്ങനെയൊക്കെ വിടക്കാക്കുക എന്ന് പറഞ്ഞാൽ ചില മണ്ഡലങ്ങൾ ഈ കുളം കലക്കി പിടിക്കാമെന്ന് ഉദ്ദേശിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു എന്നുള്ളത് കൊണ്ട് അവിടെ പിടിക്കാൻ കഴിയില്ല. അപ്പോൾ BJP ഉയർത്തിയ വിഷയത്തിൽ B ടീമായിട്ട് ബാറ്റ് ചെയ്ത് കൊടുക്കുന്നത് ആരാണെന്ന് നോക്കിയത്. അവിടെ ശബരിനാഥ് ഉൾപ്പെടെയുള്ളവർ മാന്യം ചമഞ്ഞ്, നിഷ്പക്ഷം ചമഞ്ഞ് വരുന്നുണ്ടെങ്കിൽ സംഘപരിവാറിൻ്റെ ഏജന്റുകാരാണ്. സംഘപരിവാറിനെ സ്പോൺസർ ചെയ്ത് വിട്ടിരിക്കുന്ന ഇവരുടെയൊക്കെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തുള്ളവരെ പരാജയപ്പെടുത്തുക, എന്നിട്ട് ഞങ്ങൾ തറവാടുകാർ ഇത് എങ്ങനെയും പിടിക്കുക എന്നതിൻ്റെ തന്ത്രമാണ് അവിടെ നടന്നതെന്ന് നിസ്സംശയം പറയുകയാണ്. അത് ജനം മനസ്സിലാക്കണമെന്നൊരു അഭ്യർത്ഥന മാത്രമാണ് പറയാനുള്ളത്.